ക്ഷേത്രത്തിലാണ് താമസിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന സ്ഥലം ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാൻ എത്തിക്കുന്നത്. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിനെ എന്തുകൊണ്ടാണ് ദക്ഷിണകാശി എന്ന് പറയുന്നത്? വിഭൂതികളെയും 33 കോടി ദേവഗണങ്ങളും ഒന്നിച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടി ദക്ഷ പ്രജാപതി ദക്ഷ മഹാരാജൻ ഒരു യാഗം നടത്തുകയുണ്ടായി. പക്ഷേ ആ യാഗത്തിൽ ദക്ഷ പ്രജാപതിയുടെ പുത്രിയായ സതീമാതാവിനെയും സതീമാതാവിന്റെ പതിയായ ശ്രീ പരമേശ്വരൻ മഹാദേവനെയും വിളിച്ചിരുന്നില്ല. സതീമാതാവ് വളരെ ചുരുക്കിയാണ് ഞാനിത് പറയുന്നത്. വിശദമായ വീഡിയോ ഉണ്ട്, വളരെ ചുരുക്കി മാത്രമാണ്, പെട്ടെന്ന് പറയുകയാണ്. സതീമാതാവിന് തൻ്റെ പിതാവ് നടത്തുന്ന ആ ഒരു യാഗത്തിൽ പങ്കെടുക്കണം. സതീമാതാവിൻ്റെ പതിയായ പരമേശ്വരനോട് അനുവാദം മേടിക്കാനെത്തി. പരമേശ്വരൻ പറഞ്ഞു, നീ അതിന് പോവണ്ട, നീ ക്ഷണിക്കാത്ത യാഗത്തിന് സതി പോവണ്ട എന്ന് പറഞ്ഞെങ്കിലും സതീമാതാവിൻ്റെ ശാഠ്യം മൂലം സതീമാതാവ് രക്ഷ നടത്തുന്ന ദക്ഷപ്രജാപതി നടത്തുന്ന ആ യാഗത്തിൽ പങ്കെടുക്കാനെത്തി. യാഗത്തിൽ വളരെ സന്തോഷപൂർവ്വമാണ് സതീമാതാവ് പങ്കെടുക്കാനെത്തിയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ദക്ഷ മഹാരാജൻ സതീമാതാവിന്റെ പതിയെ അവഹേളിച്ചതിൽ മനംനൊന്ത് സതീമാതാവ് സ്വയം ആത്മഹൂതി ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത്. സതീമാതാവ് ആത്മഹൂതി ചെയ്തതിൽ മനംനൊന്ത് മഹാദേവൻ പിന്നീട് ദക്ഷപ്രജാപതിയെ വധിച്ചു. മഹാദേവന്റെ വീരഭദ്രൻ, അത് വിശദമായി വീട്ടിലേക്ക് പറയാം, വളരെ ചുരുക്കി പറയുന്നത് എടുത്ത് പറയുന്നില്ല. വീരഭദ്രൻ ദക്ഷപ്രജാപതിയെ വധിച്ചു, പിന്നീട് യാഗം നടത്തുകയുണ്ടായി എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. അത് വിശദമായ വീഡിയോയിലേക്കുണ്ട്. അപ്പോൾ ഈ സതീമാതാവ് ആത്മഹൂതി ചെയ്ത ആ ഒരു പ്ലേസാണ് അമ്മാറക്കൽത്തറ. ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ. സതീമാതാവ് ആത്മഹൂതി ചെയ്തതിൽ മനംനൊന്ത് പിന്നീട് മഹാദേവൻ സ്വയംഭൂവായി അവതരിച്ച ഒരു പ്ലേസ് ഉണ്ട്. അതിനെ മണിത്തറ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ നിൽക്കുന്ന ഒരു പ്ലേസിനെ തിരുവഞ്ചിറ എന്നുമാണ് പറയുന്നത്.